ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഒരു ചെറിയൊരു ട്രെയിനിങ്ങിന് പങ്കെടുക്കേണ്ടായി. അവിടെ നെഗോസിയേഷനും ഇതേപോലെ ഉള്ള ബാർഗെയിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നത് ആളാണോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതിനൊരു സ്പിരിച്വലി ആയിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. കാരണം നമ്മൾ എത്ര ഇങ്ങനെ ചീപ്പ് സാധനങ്ങളെയും ചീപ്പ് ആയിട്ട് സംസാരിക്കുകയും ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ആ ഗോളിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഇരയും ഇപ്പുറത്ത് ഒരു വേട്ടക്കാരന്റെയും രൂപമുണ്ട്. അതെ, ഇവിടെ ഒരാൾ വേട്ടക്കാരനാണ്, ഒരാൾ ഇരയാണ്. ഇര എപ്പോഴും എന്താണ് നമുക്ക് തോന്നുന്നുണ്ടോ? ആരാണ് അവിടെ വിജയിക്കുന്ന ആള്? അവിടെ വിജയിക്കുന്ന ആളാരാ? നമ്മളിപ്പോ ഒരാളെ ഇത് ഒന്നും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് മനസ്സിലാവും. ഇര എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും അവനാണ് അതിന്റെ കാരണക്കാരൻ, അവനാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഇവിടെ ആരാ വലുതാവുന്നത്? ആരാണോ ബാർഗെയിൻ ചെയ്യുന്നത് അവരാണ് ആക്ച്വലി ലൂസർ എന്ന് പറയുന്നത്. ലൂസർ. അതെ, അതായത് ഞാൻ ഒരാൾ അങ്ങോട്ട് അവനാണ് ഇങ്ങനെ ചെയ്തത് ഇവനാണ് ചെയ്യുമ്പോൾ ശരിക്കും ഞാനാണ് തോൽക്കുന്നത്. അതെ, ഞാനും കൂടിയാണ് ഞാനാണ് ഇര. അതെ, ഞാനാണ് ഇര. കാരണം ഞാൻ അവനെ കുറ്റം, അവനല്ല അപ്പൊ മുകളിൽ നിൽക്കുന്നത്. ഇപ്പൊ നമ്മളെ ബിസിനസ്സിൽ തന്നെ, ഞാൻ ബിസിനസിനെ കുറിച്ച് പറയുമ്പോഴാണ് പറയണേ, ഇന്ന സെയിൽസ്മാൻ ശരിയല്ല, ഇന്ന ബ്രാഞ്ചിലെ മാനേജർ ശരിയല്ല, അല്ലെങ്കിൽ അവൻ കാരണമാണ് ഇപ്പൊ നടക്കാത്തത് ഞാൻ പറയുമ്പോൾ ആ ബിസിനസ്മാൻ അവിടെ തോൽക്കുകയാണ്. കാരണം എന്റെ യഥാർത്ഥ റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളത്? ബിസിനസ്മാനാണ്. അവനെ എന്ത് ചെയ്യാണ്? അപ്പുറത്തുള്ളവൻ ഇങ്ങോട്ട് ഭരിക്കുകയാണ്. അവിടെ അവനാണ് വേട്ടക്കാരൻ, ഇവിടെ ഇരയായിട്ട് മാറുക. നമ്മൾ വിസ കൊടുത്ത്, നമ്മൾ ക്യാഷ് മുടക്കി, നമ്മൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് റൂം കൊടുത്ത ആളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെപ്പോൾ ചിരിക്കണം, നമ്മളെപ്പോൾ കരയണം, നമ്മളെപ്പോൾ ഉറങ്ങണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അനീഫിക്ക ഇപ്പൊ പറഞ്ഞു, നമ്മൾ കൊണ്ടുവരുന്ന ആള്, നമ്മൾ വെൽക്കം ചെയ്യുന്ന, നമ്മൾ വിളിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആള്, ഇതെല്ലാം സെയിൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അയാൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത് നമുക്കതൊരു മറ്റൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇതിൽ സൈക്കോളജി ഉണ്ട്. ഹനീഫിക്കയുടെ ഒരു ഏക്കർ സ്ഥലം വിൽക്കാൻ വെക്കുകയാണ്. ഹനീഫിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിൽക്കാൻ വെക്കുന്നത്. അതെ, ഓക്കെ, വിൽക്കാൻ വെക്കുന്നു, പരസ്യം ചെയ്യുന്നു. ഇപ്പൊ ആരാണ് ആവശ്യക്കാരൻ? വിൽക്കാൻ വെക്കുന്നവനാണ്. ഹനീഫിക്കയാണ് ആവശ്യക്കാരൻ. തീർച്ചയായിട്ടും വരുന്ന ആൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബാർഗെയിൻ ചെയ്യും, പരമാവധി വില കുറച്ചിട്ട് എടുക്കാൻ നോക്കും. കാരണം നിങ്ങളാണ് ആവശ്യക്കാരൻ. അതേസമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ വിൽക്കാൻ വെക്കുകയാണ്, ഞാൻ വിൽക്കുന്നില്ല, വില കിട്ടിയാലേ വിൽക്കുന്നുള്ളൂ. അവിടെ ആവശ്യക്കാർ കസ്റ്റമർക്ക് ആ ഒരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഒന്ന് ചോദിക്കും, നിങ്ങളിത് കൊടുക്കുന്നോ? വിൽക്കാൻ വെക്കുന്നില്ലെങ്കിൽ കൂടി ഒന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ പറയുന്നതാണ് വില. ഇങ്ങനെ ഒരു സൈക്കോളജി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ബിസിനസ്സിൽ കൊണ്ടുവരാം. നമ്മൾ കസ്റ്റമറെ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവിടെ ഒരു പൂവിനെ പോലെ ജ്വലിച്ച് നിൽക്കുകയാണ്, സുഗന്ധം പരത്തി നിൽക്കുകയാണ്, പൂമ്പാറ്റകൾ അട്രാക്ട് ചെയ്യാണ്. ആ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എക്സൽ ചെയ്തുകൊണ്ട് നിന്നാൽ, നല്ല നല്ല പ്രൊഡക്ട്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ടും അട്രാക്റ്റഡ് ആവും. അവിടെ കസ്റ്റമേഴ്സ് വരും, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമാണ് ഇവൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണം. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കുള്ളതുണ്ട്, അവനെ വിശ്വസിക്കാം, അവനിലോട്ട് പോകാൻ നല്ലത്. അപ്പുറത്തുള്ള ആള് ശരിയാണ്, പൈസ കുറവാണ്, ഒക്കെ ശരിയാണ്, പക്ഷെ അവൻ എപ്പം മുങ്ങുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ക്വാളിറ്റി, നമ്മളെ സർവീസിന്റെ ക്വാളിറ്റി നിരന്തരം നമ്മൾ തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കണം. ആ ലെവല് നമ്മൾ മുകളിലേക്ക് താഴേക്ക് ഇറങ്ങാൻ, മുകളിലേക്ക് ഇങ്ങനെ നിരന്തരം നമ്മൾ മിനുക്കിക്കൊണ്ടേയിരിക്കണം. ഈ ആയുധം എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ്, മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ കഴിയുള്ളൂ. എക്സാക്ട്ലി. ഇതിൽ ശ്രദ്ധിക്കാതെയും അവിടെയുള്ള ഷോപ്പിനകത്ത് കയറിയാൽ പോലും നല്ലൊരു വൈബ്രേഷൻ കിട്ടാത്ത രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ബാർഗെയിനിങ് കാര്യങ്ങളും തന്നെ നടക്കും. അവിടെ വില മാത്രമാണ് ക്രൈറ്റീരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് നടക്കും. നമ്മൾ മൂല്യം എന്ന് പറയുമ്പോൾ പലരും എക്സ്പെൻസീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുക, ഓഫീസ് AC മോടി പിടിപ്പിക്കുക, എപ്പോഴും ഫോറിൻ സ്പ്രേ അടിച്ചുകൊണ്ട്, ഇതൊന്നുമല്ല. ക്ലയന്റിന്, നമ്മുടെ കസ്റ്റമറുടെ ആവശ്യം, അവർ വില കൽപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്ത് അത് അവർക്ക് കൊണ്ടുവരിക. ഡ്യൂഡ് ടെലികോം. ഡ്യൂഡ് ടെലികോം.